എന്താ പറയാനുള്ള എന്നെ കാണാൻ വലിയ ഭംഗിയില്ല. സൂപ്പറായിട്ട് കാണാൻ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ മുകളിലുള്ള ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും അതിനകത്ത് നിന്ന സമയത്ത് എനിക്കും ഇവനോടൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉറപ്പായും എനിക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഒരു ബോണ്ടിങ് ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ എന്തുണ്ടെങ്കിലും അത് ഇപ്പൊ തല്ലു പിടിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും ആ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ആ ഒരു ജെനുവിൻ ബോണ്ടിലാണ് ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചത് ഇനി നമുക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയിക്കൂടെ, നമുക്ക് ഇനി പ്രേമിച്ചുകൂടെ, അങ്ങനെ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പ്രണയം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ എനിക്ക് അത് പ്രാക്ടിക്കൽ അല്ല, ജാസ്മിൻ അത് പ്രാക്ടിക്കൽ അല്ല. അവര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ യൂട്യൂബ് ചാനലിലുള്ളത്. അതാണ് അവർ രണ്ടുപേരുടെ കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവർ തമ്മിലൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരത് പുറത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ വ്യൂസിനും പൈസയ്ക്കും വേണ്ടി റിവ്യൂ ചാനൽസുകാർ എന്തിനാണ് അനാവശ്യമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് അവർ തീർത്തോട്ടെ. അവർക്ക് തമ്മിലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീർത്തോട്ടെ. എന്തിനാണ് ഈ ഇല്ലാത്ത ടാഗും കൊടുത്ത് തംബ്നെയിലും കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കുന്നത്? ടോം ചാക്കോ പറഞ്ഞതിന്റെ ഒരു വാക്കിന്റെ പുറത്തുനിന്നാണ് ഇത് കംപ്ലീറ്റ് സ്പ്രെഡ് ആയിട്ടുള്ളത്. ഷൈൻ ഞാൻ മാത്രമേ ബാച്ചിലർ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഗബ്രി പറഞ്ഞു ഞാനും എന്ന്. ആ ഒരു വാക്കിൽ നിന്നാണ് ഇത്രയും ഫേക്ക് ന്യൂസസ് സ്പ്രെഡ് ആയിട്ടുള്ളത്. നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം. ഞാൻ മാത്രമേ ബാച്ചിലർ ഉള്ളൂട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കുന്നത്? നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ ജീവിക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. അല്ല, ഇത് ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. Still. പുള്ളി സ്റ്റിൽ ലുക്കിംഗ് ഫോർ. 634 പേര് ലൈക്ക് ചെയ്തേക്കുന്ന കമന്റ്. അതിന്റെ താഴെയുണ്ട് അവൾക്ക് ഇതൊന്നും പുത്തരിയല്ല. ഓക്കെ പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവൾ ബെസ്റ്റി യൂസ് ആൻഡ് ത്രോ. അവളുടെ കാടി അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഇവനില്ല, ഇവന്റെ അക്കൗണ്ടിൽ അവളുമില്ല. ഓക്കെ, രണ്ടുപേരും തമ്മിൽ ചകടയായിരിക്കും. ജാസ്മിന്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഗബ്രീനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. രണ്ടുപേരുടെ അക്കൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നാ പറയുന്നത്. സ്റ്റിൽ ബീങ് ഗബ്രി ഫോളോ ആണ്. ഇനി ഗബ്രിയുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ജാസ്മിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സ്റ്റിൽ ഗബ്രിയും ജാസ്മിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനാ ഇങ്ങനത്തെ ഫേക്ക് കമന്റ്സ് ഇടുന്നത് എനിക്കറിയില്ല. ഡിസർവ് ദിസ് എന്ന് പറയുന്നു. ഓക്കെ, നോ ഷീ ഡിസർവ് ബെറ്റർ ദാൻ ദിസ് പെണ്ണുങ്ങൾ ടൈപ്പ് ഗൈ. ഓക്കെ, ഇത് ആരുടെ എന്ത് കമൻ്റാണ്? ഓക്കെ, ഒരു പെണ്ണിൻ്റെ ഒരു പടം കൊടുത്തിരിക്കുന്നു, ഒരു പെണ്ണാവണമെന്നില്ല. ഹീ ഡിസേർവ്സ് എ ഗുഡ് ഗേളോ? ഓക്കെ, പുള്ളിക്കാരൻ. നീ ജാസ്മിനും തായ്ലൻഡ് പോയത് ഹണിമൂൺ ട്രിപ്പ് അല്ലായിരുന്നു. എല്ലാവരുടെയും കമൻറ്റാണ്. കൊളാബ് ട്രിപ്പായത്, അവർ ഫ്രീ ആയിട്ട് ട്രിപ്പ് കൊളാബ് കിട്ടി അങ്ങനെ പോയി. അതൊക്കെ ഹണി മാത്രം നോക്കി പോയതാണ്. ഇത്ര കാലം അവളെ കൊണ്ട് നടന്നു, ഇപ്പോൾ കളഞ്ഞോ? ഓക്കെ, എല്ലാവരുടെ ചോദ്യം കേട്ടോ. ജാസ്മിനായിട്ട് ഉള്ളത് എല്ലാവർക്കും അറിയാം. മോനെ നീ കിടന്ന് ഉരുളാതെ. ഗബ്രിയെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നുമില്ല, ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ആക്കി. അപ്പോൾ ജാസ്മിനും ഇതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് അവരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഡിലീറ്റഡ് ആണ്. ഷോർട്സ് ഒക്കെ അതിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്നാലും ഒട്ടുമിക്കതും അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോവേഴ്സ് ലിസ്റ്റിലുണ്ട്. അതല്ലാതെ അവരുടെ ഷോർട്സ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഗബ്രിക്ക് ആക്സിഡൻ്റ് ആയത് വരെ അതിലുണ്ട്. അതൊന്നും ജാസ്മിൻ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. മേ ബി അവർ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ ഇരിക്കുകയായിരിക്കും. അവർ തന്നെ പറയണ്ട, അവരെപ്പോഴും അടിയിടും, അവർ പിരിയും. അവർ ലോങ് വീഡിയോസ് കണ്ടവർക്ക് അറിയാം. അവരെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവർ അടിയിട്ടുകൊണ്ടിരിക്കുന്നവരാണ്, അവർ പിരിയാറുണ്ട്, അവർ അൺഫോളോ ചെയ്യാറുണ്ട്. ഞാൻ അൺഫോളോ ചെയ്തു. അവരങ്ങനെയാണ്. അവർക്ക് ഒന്നിക്കാൻ തന്നെ കഴിയാത്തൊരു കാര്യം. അതായത് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ലവിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് തന്നെ അത് ഒത്തുപോകില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയുന്നതുകൊണ്ട് അവരുടെ ഫാമിലിയും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർക്കറിയാം അതെന്ത് ചെയ്യില്ല, ആ ഒരു ലൈഫ് സെറ്റാവില്ല, ആ ഒരു ലൈഫ് മുമ്പോട്ട് പോവില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ആ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചത്. ഇനി അവരങ്ങനെ എന്തെങ്കിലും ഒരു ഇന്നർ റിലേഷൻഷിപ്പ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ലിവിങ് ടുഗെദറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല. അവരെന്താണ് ലിവിങ് ടുഗെദർ ആണെന്നോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നുണ്ടെന്നോ അത് സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളോട് പറയോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല.
അവർ നല്ല സുഹൃത്തുക്കളാണെന്നല്ലാത്ത യാതൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല. അവരുടെ വീഡിയോസ് കാണുമ്പോൾ പലർക്കും തോന്നും അവർ റിലേഷൻഷിപ്പിലാണ്, അവർക്ക് ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ട്, അത് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനഫിറ്റ്സ് എന്നാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ മേലെ ലവ്ക്ക് കീഴെ എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളാണ് എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു വിടുന്നതാണ്. ഒരുപാട് റിവ്യൂവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫേക്ക് തംബ്നെയിൽസ്, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനെല്ലാം എഗെയിൻസ്റ്റ് ആണ്. ഐ ആം ഓൾസോ എ റിവ്യൂവർ. എനിക്ക് ഈ ഒരു ഇതിനോട് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത് ഫേക്ക് ന്യൂസസ് ആണ്, കംപ്ലീറ്റ് ഫേക്ക് ന്യൂസസ് ആണ്. അവർ രണ്ടുപേരും ഇതുവരെ അതിനെപ്പറ്റി യാതൊന്നും പറയാത്ത സ്ഥിതിക്ക് അതിനെ പറ്റിയിട്ട് നമുക്കൊന്നും അറിയില്ല. അവരുടെ ലൈഫിൽ എന്താണെന്ന് നമുക്കറിയില്ല. ശുദ്ധ നുണയാണ് എല്ലാവരും വിളിച്ചു പറയുന്നത്. അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് അവർക്കേ അറിയൂ, അവരത് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിലും അത് അവർക്കേ അറിയൂ. എന്തുകൊണ്ടാണ് ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തത് എന്നുള്ളതിൻ്റെ റീസണും അവർക്കേ അറിയുള്ളൂ. അത് അവർ നമ്മെ ഇട്ടിട്ടുണ്ടാവും, അത് മേ ബി ഇനിയും പോസ്റ്റ് ചെയ്യാം, ഇനിയും ഡിലീറ്റ് ചെയ്യാം, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ജാസ്മിനും അങ്ങനെയാണ്, ഗബ്രിയും അങ്ങനെയാണ്. ഒരു വളരെ ചൈൽഡിഷ് ആയിട്ടും അവർ ബിഹേവ് ചെയ്യാറുണ്ട്, മെച്ചുവേർഡായിട്ടും ബിഹേവ് ചെയ്യാറുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ പേഴ്സണലാണ്. എന്തിനാണോ എന്തോ ഇത്തരം ഫേക്ക് ന്യൂസസ് പഠിച്ചു വിടുന്നത്. എന്തായാലും ഒരിക്കലും അതിനൊരു ജെനുവിൻ ഒരു ക്ലാരിറ്റി മേ ബി അവർ കൊടുക്കും, അതല്ലെങ്കിൽ അവരിങ്ങനെ തന്നെ പോകും. എനിക്കിതിൽ പറയാനുള്ളത് ഫേക്ക് ന്യൂസസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അവർ നല്ല രീതിക്ക് പോകുന്നുണ്ടായിരിക്കാം മേ ബി. ഇതാ ഞാൻ പറഞ്ഞ ലാസ്റ്റ് വീഡിയോ, ഗബ്രിക്ക് ആക്സിഡൻ്റ് ഒക്കെ ആയപ്പോൾ സമയത്തുള്ള വീഡിയോ, ഇതിനു മുമ്പ് ജാസ്മിൻ്റെ ഒരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പുള്ളിനായിട്ട് നല്ല അടിയായിരുന്നെന്നാ. മേ ബി അങ്ങനെ ആയിരിക്കാം. മേ ബി അവർ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടും ഉണ്ടാവാം, മേ ബി അത് മുമ്പോട്ട് പോയില്ല എന്ന് കണ്ടിട്ട് അവർ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടും ഉണ്ടാവാം. ചിലപ്പോൾ സൗഹൃദത്തിൽ അടിയിട്ടിട്ടുണ്ടാവാം. ജാസ്മിൻ എപ്പോഴും അടിയിടുന്ന ഒരു കൂട്ടത്തിലാണെന്നൊക്കെ അവർ തമ്മിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ. അപ്പോൾ അത് അങ്ങനെ എടുക്കുക, അത് ആ സെൻസിൽ എടുത്താൽ മതി. അവരൊരിക്കലും എവിടെ അവർ പ്രണയിക്കുകയാണ്, അവർ കല്യാണം കഴിക്കാൻ പോവുകയാണ്, അവർ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.